പറഞ്ഞ ശനിയാഴ്ച ഉച്ച മുതൽ ഈ ഇൻ ഔട്ട് ഇൻ ഔട്ട് ഈ ചൊവ്വാഴ്ച രാവിലെ വരെ ഇതാണല്ലോ നമ്മളുടെ ജീവൻ നിലനിർത്തുന്നത് അല്ലേ. ഇത് എത്ര നാളുണ്ടോ അത്രയും നാൾ നമ്മൾ ജീവനോടെയുണ്ട്. എയർ സ്ട്രൈക്ക് ഉണ്ടാകുന്ന ആ ദിവസം ദാറ്റ് ഓക്സിജൻ വാസ് വിത്ത് മീ ആൻഡ് ദാറ്റ് ഓക്സിജൻ ഈസ് നമ്മൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ഞാനിത് ഇവിടെ നടക്കുന്ന മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഒരു പ്രതിസന്ധി ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു കമാൻഡറായി മാറേണ്ടത്, ആ സമയത്ത് എന്താണ് നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, എയർ സ്ട്രൈക്ക് ഉണ്ടാകുന്ന ആ ദിവസം ഉച്ചയ്ക്ക് 12:30-ക്കാണ് ആദ്യത്തെ പൊട്ടീര് നടക്കുന്ന ഖത്തർ ടൈം. ആ സമയം ഖത്തറിൽ ഇറങ്ങി മിനിറ്റുകൾ കഴിഞ്ഞതേ ഉള്ളൂ. മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അവിടെ ഇതുപോലെ സ്ട്രൈക്കായെന്നും ഇതുപോലെ എയർ റൂട്ടുകളൊക്കെ ക്ലോസ്ഡ് ആണെന്നും മൊത്തത്തിൽ പാനിക്കാണെന്നും ഖത്തറും UAE ഉൾപ്പെടെ അറ്റാക്കിലാണ് എന്നുള്ളതും അറിയുന്നത് അപ്പോഴാണ്. അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ ഞങ്ങൾ ക്രൗൺ പ്ലാസയിൽ ഓൾറെഡി എത്തി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിന്റെ കീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കൗണ്ടറിൽ, റിസപ്ഷനിൽ, ലോബിയിൽ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ അന്ന് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് നമ്മളുടെ ട്രെയിനിങ് സെഷനും വൈകിട്ട് 7 മണിക്ക് 6 മണിക്ക് നമ്മളുടെ ഇഫ്താർ പാർട്ടിയും സംഘടിപ്പിച്ചിരിക്കുന്ന ഹാളുകളൊക്കെ സന്ദർശിക്കുന്നു. ഞങ്ങൾ പോയി അവിടുത്തെ സെറ്റിങ്സ് ഒക്കെ നോക്കുന്നു, അവിടുത്തെ ചെയർ എങ്ങനെ വേണം, സീറ്റിംഗ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഇതൊക്കെ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഞാൻ അഖിലിൻ്റെ അടുത്ത് പറയണം, അഖിലെ ഞാൻ റൂമിലോട്ട് പോയിട്ട് വരാം, അഖില് ബാക്കി സെറ്റ് ചെയ്യൂ. ഓക്കെ സർ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് മെസ്സേജ് വരുന്നത്, ഇങ്ങനെയാണ് നാഷണൽ അലേർട്ട്. ഇൻസ്റ്റന്റായി തീരുമാനം എടുക്കുന്നു, എന്തായാലും സെഷൻസ് വേണ്ട, ഇഫ്താർ പാർട്ടി വേണ്ട എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനം എടുക്കുന്നു. സേഫായിട്ട് റൂമിലേക്ക് മാറാനുള്ള തീരുമാനം എടുക്കുന്നു. അതിനുശേഷം ഇന്നലെ വെളുപ്പിനെ 1 മണിക്ക് ഞാനും അഖിലും തിരിച്ച് വീട്ടിൽ, ദുബൈയിൽ ഷാർജയിലായി വീട്ടിലേക്ക് എത്തുകയാണ്. ഈ പറഞ്ഞ ശനിയാഴ്ച ഉച്ച മുതൽ ഈ ചൊവ്വാഴ്ച രാവിലെ വരെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയത് അത് അനിൽ ബാലചന്ദ്രൻ എന്ന ബ്രാൻഡ് ആയതുകൊണ്ടല്ല. ദ കിങ് മേക്കർ എന്ന് പറയുന്ന കമ്പനിയുടെ ടേൺ ഓവറോ റവന്യൂവോ പ്രോഫിറ്റോ ഒക്കെ അവിടെ ഇറലവൻ്റ് ആയിരുന്നു. അവിടെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ക്രൗൺ പ്ലാസ. അവിടെ ഭയങ്കര സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അല്ലാതുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. യാതൊരു രീതിയിലുള്ള അറ്റാക്കും അവിടെ നടക്കില്ല എന്നൊക്കെ അവകാശവാദമുണ്ട്. വോട്ടവർ, എന്തായാലും ഏറ്റവും സേഫസ്റ്റ് എന്ന് തോന്നുന്ന ആ സ്ഥലത്ത് 3 ദിവസം നിൽക്കാൻ പറ്റി. ഒന്നിനും ഒരു കുറവുണ്ടായില്ല. ആൻഡ് താങ്ക്സ് ടു അവർ ഖത്തർ ടീം. ഓക്കെ, അവർക്കായിക്കോട്ടെ, എനിക്കായിക്കോട്ടെ, അഖിലിനായിക്കോട്ടെ, ഇവിടെ തിരിച്ചെത്താൻ പറ്റിയത് വേറൊന്നും കൊണ്ടല്ല, ഒരൊറ്റ സാധനം കയ്യിലുള്ളതുകൊണ്ട്. അതാണ് ഓക്സിജൻ. ശ്വാസം എടുക്കാൻ പറ്റുന്നതുകൊണ്ട്, ഓക്സിജൻ അകത്തേക്ക് എടുക്കാൻ പറ്റുന്നത് കൊണ്ടും അത് കൃത്യമായി പുറത്തേക്ക് വിടാൻ പറ്റുന്നത് കൊണ്ടും മാത്രമാണ് ഇവിടെ എത്താൻ പറ്റിയത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഞാൻ ലൈഫിനെ കുറിച്ചോ ബോഡി അനാറ്റമിയെ കുറിച്ചോ അല്ല പറയുന്നത്. ദാറ്റ് ഓക്സിജൻ വാസ് വിത്ത് മീ ആൻഡ് ദാറ്റ് ഓക്സിജൻ ഈസ് ക്യാഷ്. അനിൽ ബാലചന്ദ്രൻ അവിടെ പെട്ടതുകൊണ്ട് ക്രൗൺ പ്ലാസക്കാര് ഫ്രീ തന്നില്ല. അവിടുന്ന് ഒരു ബഹ്റൈൻ സ്വദേശിയുടെ വണ്ടിയിലാണ് ഞങ്ങൾ സൗദി ബോർഡർ കടക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട വന്നത് ക്യാഷ്. വേറൊന്നും അവിടെ സ്വീകരിക്കത്തില്ല. ഞങ്ങൾ ഇത്ര വലിയ ടേൺ ഓവർ ഉള്ള കമ്പനിയാണ്, ഞങ്ങളുടെ പ്രോഫിറ്റ് ഇതാ ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും കാണിച്ചിട്ട് അവിടെ കാര്യമില്ല. അവിടെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അയാൾക്ക് കാശ് കൊടുക്കണം. അവിടെ നിന്ന് അടുത്ത വണ്ടിയെ കയറിയിട്ട് നമ്മൾ UAE ബോർഡറിൽ ഇറങ്ങുന്നു. ആ വണ്ടിക്കാരനും കോഴിക്കോടുകാരനാ,
ഷംനാസ്. ഷംനാസിനും കൊടുക്കേണ്ടത് ക്യാഷ് തന്നെയാണ്. ആ ബോർഡർ കടന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി, അല്ല ഒരു പമ്പിൽ കയറിയിട്ട് കുടിക്കാനുള്ള വെള്ളവും ബിസ്ക്കറ്റും മേടിക്കുമ്പോൾ അവിടെയും കൊടുക്കേണ്ടത് ക്യാഷ് തന്നെയാണ്. അവിടെ നിന്ന് അടുത്ത വണ്ടിയെടുത്ത് ദുബൈയിലെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ആ വണ്ടിക്കാരനും കൊടുക്കേണ്ടത് ക്യാഷ് തന്നെ. റവന്യൂ മീൻസ് നത്തിങ്, പ്രോഫിറ്റ് മീൻസ് നത്തിങ്. ക്യാഷ് ഇസ് ദ റിയൽ ഓക്സിജൻ. ഒന്ന് ഒന്ന് ശ്വാസം എടുത്തേ. ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. ഇതാണല്ലോ നമ്മളുടെ ജീവൻ നിലനിർത്തുന്നത്, അല്ലെ? ഈ ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഈ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് പോകുന്നു. ഇത് എത്ര നാളുണ്ടോ അത്രയും നാൾ നമ്മൾ ജീവനോടെയുണ്ട്. ഇതെപ്പോ 3 മിനിറ്റിലത്തേക്ക് നിൽക്കുന്നോ അപ്പോൾ നമ്മൾ തീരുന്നു, അപ്പോൾ നമ്മളുടെ ജീവൻ അവസാനിക്കുന്നു.